ಒಂದೇ ಒಂದು ಮಾತ್ರೆ ಇಷ್ಟಿಗೆ ಮಾಡ ಬಂದ್ಬಿಟ್ಟು ಇದು ಇಡ್ಲಿ ಮಾಡಕ್ಕೆ ಬೆಂಕಿರುವಾಗ ಬಂದ್ಬಿಟ್ಟು ಅವೆರಡು ಮಾಡಿ ಹೊಡೆದು 7,000 ರೂಪಾಯಿನ ಔಷಧಿ ತಂದು ಅದ್ರ ಬತ್ತೆ ಹೊತ್ತಾರೆ ಹೊತ್ತಿಗೆ ರಾಮೇಶ ಕೋಟೆ ತಕ್ಕ ಇದೊಂದು ಇಲ್ದೇನೆ ಇದ್ದೀರೆ ಅಯ್ಯೋ ഇത് മരുന്നടിച്ചപ്പം ചെറിയ മൂടലുണ്ടായിരുന്നു, അത് കാരണം അത് റെഡിയാവാതെ രോഗം വന്നെന്നാണ് അപ്പച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയാന്ന് പറയുന്നത്. അപ്പച്ചന് 88 വയസ്സുണ്ട്. 88 വയസ്സുള്ള ഒരു അപ്പച്ചനാണ് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഈ പ്രായത്തിൽ ജീവനോട് തന്നെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഇനിയുള്ളൊരു മനുഷ്യായുസ് ശരാശരി ഒരു 70-75 ആയിരിക്കും മാക്സിമം എന്നെനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതലൊന്നും പോകാൻ സാധ്യതയില്ല നമ്മളൊക്കെ നമ്മുടെ ആയുസിൽ. 88 വയസ്സിൽ ഇതേപോലെ കൃഷി ചെയ്യണമെങ്കിൽ ಖರ್ಚು ಜಾಸ್ತಿ ಆಯ್ತಾ ಶೀಟ್ ಮಾಡಿ 76 kg ಕುದಿದಿ 76 ಟ್ರೈ ಕುದಿದಿ 3 ದಿವಸದಲ್ಲಿ. ಈಗ കഴിഞ്ഞ ആഴ്ച 70 പറിച്ചായിരുന്നു പറഞ്ഞു. ವಾರಕ್ಕೆ 2 ದಿನ 3 ದಿವಸಕ್ಕೆ ಕುಯ್ಬೇಕು. ಈಗ ಇಲ್ಲಿಂದ ಈಚೆಗೆಲ್ಲ 3 ದಿವಸಕ್ಕೆ, ಇನ್ನೆಲ್ಲ 100, 120, 130 ಟ್ರೈ ಸಿಗುತ್ತೆ 3 ದಿವಸ. ಈಗ ಎಷ್ಟು ಟ್ರಿಪ್ ಕೂದಿದ್ದು? ಈಗ ಎಷ್ಟು ಟ್ರಿಪ್ ಆಯ್ತು ಕೂದಿ? ಈಗ 2 ಟ್ರಿಪ್ಪು 70, ಒಂದು 74, ಒಂದು 10 ಇಷ್ಟೇ ಪೂಜೆ ಮಾಡಿ 10 ಟ್ರೈ ಕುದಿದಿ. ಅವತ್ತು 350 ರಂಗ್ ಹೋಗಿತ್ತು 10 ಟ್ರೈ. ಇವೆಲ್ಲ 280, 260 ಏನು ಮಾಡ್ತಾರೆ. ഇപ്പോൾ ഈ 300 രൂപേൻ്റെ അടുത്താണ് ട്രേക്ക് ഒരു വിലയുള്ളത്. അതായത് 25 കിലോൻ്റെ ഒരു ട്രേക്ക് 300 രൂപ. ആ ഒരു നിരക്കിലാണ് കർഷകന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് പറിക്കുമ്പോൾ 100 ട്രെയിൻ്റെ അടുത്ത് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അന്നേരം വില ഇപ്പോൾ കുറച്ചുകൂടി കുറവാണ് പറയുന്നത്. കായ് ശരിക്കും കുറവാണ്, നിഴലായ കൊണ്ടായിരിക്കാം. കായ് ഇത് പോരാ. മൂപ്പര് 2 ലക്ഷം രൂപ ചിലവ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുമെന്ന്. ഇതൊക്കെ പുള്ളീൻ്റെ തന്നെയാണ് കൃഷി. ಯಾವಾಗ ಕುಯ್ಯೋದು ಯಾವಾಗ? ಏನು ಕುಯ್ಯೋದು ಯಾವಾಗ? ಇನ್ನು ಇವತ್ತು 10 ತಾರೀಕು 12ನೇ ತಾರೀಕು ಕುಯ್ತೀನಿ. ನಾನು ಬರ್ತೀನಿ ಕುಯ್ಯೋದು. 12ನೇ ತಾರೀಕು. ಈಗ 3 ದಿವಸ ಆಯಿತು ಕೂದು. ಬೆಳಿಗ್ಗೆನಾ ಕುಯ್ಯೋದು? ಬೆಳಿಗ್ಗೆ ಕುಯ್ತವೆ? ಇಲ್ಲ, ನಾಳಿದ್ದು. നാളിത് ಬೆಳಿಗ್ಗೆನಾ? ಬೆಳಿಗ್ಗೆ. ടോട്ടൽ പുള്ളിക്ക് 20 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന ആളാണ്. മക്കൾക്ക് വീതം കൊടുത്തു. ഇപ്പം നിലവിൽ 6 ഏക്കർ സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, അതും തോട്ടമാണ്. അപ്പോൾ കാണുന്ന പോലെ ചെറിയ പുള്ളിയൊന്നുമല്ല, അത്യാവശ്യം നല്ല സമ്പന്നം തന്നെയാണ്. നിങ്ങൾക്ക് ಎಷ್ಟು ವರ್ಷ ಆಯಿತು ഈ തോട്ടമെല്ലാം? ಎಷ್ಟು ವರ್ಷ ഇദ്ദേഹത്തിൻ്റെയാണ്. ಎಷ್ಟು ವರ್ಷ? 88. ನಾನೇ ಸ್ವಂತವಾಗಿ ಮಾಡಿರೋದು. ಮಕ್ಕಳು ಕಟ್ಕೊಂಡಿಲ್ಲ, ನಾನು ಸ್ವಂತ 3 ಎಕರೆ ಮಡಿಕೊಂಡಿದ್ದೀನಿ. ಮಗನಿಗೆ 3 ಎಕರೆ ಬಿಟ್ಟಿದ್ದೀನಿ. 6 ಎಕರೆನು ಮಗನಿಗೆ ಕೊಟ್ಟಿರೋದು ತೋಟ. ಇದು ಶುಂಠಿ ಹಾಕಿತ್ತು, ಇದು ಶುಂಠಿ ಹಾಕೊಂಡಾನೆ. ನಾನು ಇದನ್ನ ಎಲ್ಲ ಮರ ಇದು ಸಿಲ್ವಾರ ತೆಗಿಸ್ಬಿಟ್ಟು JCB ಹೊಡೆದು 2 ಲಕ್ಷ ಖರ್ಚು ಮಾಡಿ ಇದನ್ನು ನಾನು ಸ್ವಂತ ಮಾಡಿ ಪೇಪರ್ ಹಾಸಿ ಲಿಫ್ಟ್ ಮಾಡಿಸಿ ಯಾರನ್ನೂ ಕರ್ಕೊಂಡು ಎಲ್ಲ ಗುಜ್ಗಂಡ್ಪುರದವರು 5ಗೆ ಆಳು ಹೆಣ್ಣಾಳು ಕಟ್ಟೋರು ಬಿಟ್ಟವ್ರೆ 2 ಲಕ್ಷ ಏನು ಮಾಡ್ತಾರೆ. 88 വയസ്സുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാട് പിടിച്ച് കിടക്കാറുണ്ട്. JCB കൊണ്ടുവന്നിട്ട് ഇളക്കി എല്ലാ കാര്യവും ഞാൻ സ്വന്തമാണ് ചെയ്തേ. ബാക്കി ആരും പണിക്കാർ നിർത്തി പണിയെടുപ്പിച്ചു. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി സ്വന്തമാണ് ചെയ്തത്. 70 വണ്ടിയിൽ നിറച്ച് കൊടുത്തത് പുള്ളി ഒറ്റയ്ക്കാണെന്നാണ് പറയുന്നത്. കുറച്ച് പെണ്ണുങ്ങൾ കൊടുത്തിട്ട് വണ്ടിയിൽ നിറച്ച് കൊടുത്തത് വല്യപ്പൻ ഒറ്റയ്ക്കാണ്.
ಈಗ ತರಬೇಕು ಔಷಧಿ ಎಲ್ಲ ಹೋಯ್ತಾ ಇದೆ. ಇದೇನು ನೋಡಿ ಇಲ್ಲಿ ನೋಡಿ ಎಲ್ಲ ಕೆಟ್ಟಬೇಕಲ್ಲ. ಏನು ಮಾಡಿ ഇതൊക്കെ പിടിച്ച് കെട്ടേണ്ടതാണ്. ಈಗ ಮಾಡಬೇಕು. ದಾರಾದೆ ಆಳುಗಳು ಏನು ಮಾಡೋಣ. ಎರಡು ಲಕ್ಷ ಖರ್ಚಾಯ್ತಲ್ಲ. ಲಕ್ಷ ಖರ್ಚು ಮಾಡಿದ್ವಿ. ಏನು ಮಾಡ್ತೀರಿ, ಒಬ್ಬರು ಇಲ್ಲ, ಎಲ್ಲ ಬರೀ ಆಳಿನ ಕೆಲಸ. ಗೊಬ್ಬರ, ಗೋಡು, ಔಷಧಿ ಎಲ್ಲ ಮಿತಿ ಮೀರಿ ಔಷಧಿ. ಇದು ಕೈ ಎಟ್ಕೋ ಗಂಟ್ಲು ಕಟ್ಟದ. ಈಗ ಕೋಲು ಇಲ್ಲದೆ ಹೋದು, ಕೋಲು ಸಾಲಿಲ್ಲ. കൊച്ചുമോനോട് പോസ്റ്റ് മേടിക്കാൻ പറഞ്ഞിട്ട് ഒരു 2.5 ടൺ മേടിക്കാൻ പറഞ്ഞിട്ട് അവൻ 1.5 ടണ്ണാണ് മേടിച്ചോണ്ട് മാത്രം ബാക്കിയെല്ലാം വിലക്കുറവ് വന്നു പോസ്റ്റിന്. അതുകൊണ്ട് കുറെ ചെരിഞ്ഞു പോയെന്നൊക്കെ പറയുന്നുണ്ട്. അവനോട് ഞാൻ പറഞ്ഞാണ് 2.5 ടൺ മേടിക്കാൻ. ഇവിടെ പോസ്റ്റ് തൂക്കത്തിനാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് വീണ് പോയിട്ടുണ്ട്. ಏನಪ್ಪ ಮಣ್ಣೆ ಇಲ್ಲ ಕೆಲಸ ಏನಾದ್ರೆ ಇದು ಮಾಡ್ಕೊಂಡು ಮಾಡಿದ್ದವ ಏನು ಮಾಡೋಣ. ಮೋಸ ಮಾವು ലാഭവും നഷ്ടമൊന്നുമല്ല, മൂപ്പര് അധ്വാനിക്കാനുള്ള മനസ്സാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. പോകാൻ നേരത്തിന് തക്കാളിയൊക്കെ പറിച്ചു തന്നു. അപ്പോൾ വീഡിയോയുടെ സമയം ദൈർഘ്യമാവുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. ಎಲ್ಲ ಮೇಲ್ಕಂಟ ಆಗಿದ್ದು ನೋಡಿ ನೋಡಿ ಯಾಕೆ ಬಂದಿದ್ದು.